എടി ഇവൻ പോയിട്ട് എത്ര നേരമായി? കാത്തിരുന്ന മനുഷ്യന്റെ ഊപ്പാളമായി. ഇലക്ഷൻ അടുത്ത് വരല്ലടാ, ബീവറേജിൽ തിരക്ക് കൂടും. ബീവറേജിന്റെ കാര്യം ഒന്നും പറയണ്ട. ഇനി ഒരു മൂന്നാം ഭരണം കൂടെ വന്നു കഴിഞ്ഞ വീട്ടുപടിക്ക കിട്ടും മോനെ മദ്യം. ആ ഒരു സ്വപ്നമാണടാ എന്റെ മനസ്സിൽ മുഴുവൻ. ആ കിണേ, ഈ സ്വപ്നത്തിൽ തകരുന്നതേ നമ്മുടെ കുടുംബവും കൂടിയാ. അതെന്താ നീ മനസ്സിലാക്കാത്ത? ഓ, ഒരു കുടുംബത്തിനോടുള്ള ഒരു സ്നേഹം. എടാ, നമ്മളൊരു മദ്യപാനികൾ ഇല്ലെങ്കിലേ ഈ സർക്കാരിന്റെ നിലനിൽപ്പ് എന്ന കഷ്ടം. പക്ഷെ നമുക്കിവിടെ രാഷ്ട്രീയം വേണ്ട. നമുക്കെന്താണ് മുഖ്യം? നമുക്ക് മദ്യമാണളിയാ മുഖ്യം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് മദ്യമാണ് മുഖ്യം. മദ്യപാനമാണോ മനസ്സിനൊരാനന്ദം, അത് തുള്ളി തുള്ളി അകത്തു ചെന്നാൽ സ്വർഗലോകമാണോ, സ്വർഗലോകമാണോ. എന്റെ പൊന്നളിയ, ബിവറേജിൽ മുടിഞ്ഞ തിരക്ക്. കഴിച്ചിട്ട് വേണം സീരിയസ് ആയ ഒരു കാര്യം പറയാനുള്ളത്. നീ നേരത്തെ ഒരു സീരിയസ് മാറ്റർ പറയണമെന്ന് പറഞ്ഞില്ലല്ലോ, എന്തുവായിരുന്നു? എടാ, നമ്മൾ കമ്പനി കൂടുമ്പോഴേ നമ്മുടെ മനു ഉണ്ടാവില്ലായിരുന്നോ നമ്മുടെ കൂടെ? അവനിപ്പോ അവിടെ അടിച്ചു പൊളിക്കുമല്ലേ ഗൾഫിൽ. ഡാ, അവന്റെ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അവൻ ഇന്നിട്ട FB പോസ്റ്റ് നിങ്ങൾ ആരും കണ്ടായിരുന്നോ? അളയാ, ഞാനൊരു കാര്യം പറയാം. അവൻ പാർട്ടിയെ കുറിച്ച് വല്ല അനാവശ്യമാണ് FBയിൽ ഇട്ടിരിക്കുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ അവനെ ഗൾഫിൽ പോയി തല്ലും. നിനക്ക് അങ്ങോട്ടോ അവന് ഇങ്ങോട്ടോ വരാൻ പറ്റാത്ത സാഹചര്യമാണ്. ഗൾഫ് രാജ്യത്തിലെ എയർപോർട്ട് എല്ലാം അടച്ചിട്ടിരിക്കുക, നീ അറിഞ്ഞോ? കൂട്ടുകാരുണ്ടായിട്ടും മനു സേഫാണെന്ന് നമ്മൾ ഒരാളും വിളിച്ചു ചോദിച്ചില്ലല്ലോ. തിരക്കിനിടയിൽ ഞാനും വിട്ടുപോയി. ഡാ, അതിന്റെ എല്ലാം കൂടിയാ അവന് എഴുതിയിട്ടിരിക്കുന്നത്. ഇതാ, വായിച്ചു നോക്ക്. ഇപ്പോ ഞാൻ ഈ കെട്ട കാലത്ത്, യുദ്ധഭീഷണി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത്, അവിടെ ഉണ്ടാകുന്ന ചെറുതല്ലാത്ത സ്ഫോടനങ്ങളിലും പതറാതെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥനയോടെ ഇവിടെ കഴിയുമ്പോഴും മനസ്സിൽ ഒരു വിഷമം മാത്രം ബാക്കി നിൽക്കുന്നു. അത് അവനവൻ്റെ സൗഹൃദങ്ങളാണ്. കുഞ്ഞുനാളിലേ മുതലുള്ള സൗഹൃദം. ആ സൗഹൃദങ്ങളിൽ ഒരു സുഹൃത്ത് പോലും വിളിച്ച് നിനക്ക് സുഖമാണോടാ, നീ ഓക്കെ അല്ലേ, സേഫ് അല്ലേ എന്ന് വിളിച്ച് അന്വേഷിക്കാത്തത് മാത്രമാണ് ഓരോ പ്രവാസിയുടെയും മനസ്സിൻ്റെ മറക്കാനാവാത്ത ആത്മനൊമ്പരം. ഹലോ, ഗൾഫിൽ മുഴുവൻ യുദ്ധഭീഷണിയാന്ന് കണ്ടല്ലോ. ഏട്ടൻ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എടി, നീ ഇത് എത്ര പ്രാവശ്യമായി വിളിക്കുന്നത്? എടി, ഇവിടെ ഒരു കുഴപ്പമില്ല, നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. മോനും മോളും ഇവിടെ സങ്കടപ്പെട്ടിരിക്കുവാ. അച്ഛൻ ഇങ്ങ് നേരത്തെ വന്നാൽ എന്തെന്ന് എടി, ചോദിക്കും. പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലെ ചാനലുകാരുണ്ടാക്കുന്നതാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല, നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. എടി, നീയായിട്ട് നമ്മുടെ മക്കളെ കൂടി നിങ്ങൾ സങ്കടപ്പെടുത്താതെ. എടി, ഒരു മിനിറ്റ്. എടി, നമ്മുടെ നാട്ടിൽ നിന്ന് സതീശൻ വിളിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഏട്ടൻ വരുമ്പോ കുപ്പിയുമായിട്ട് അവരോടൊപ്പം കൂടലല്ലേ ഏട്ടന്റെ പരിപാടി. ഇപ്പൊ വിളിക്കുന്ന സതീഷും കൂട്ടുകാരും ഏട്ടനെ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. സാഹചര്യം അറിഞ്ഞ സഹതാപത്തോടെ നമ്മളെ സ്നേഹിക്കാത്ത സ്നേഹിതരെ സുഹൃത്തുക്കൾ എന്ന് എങ്ങനെ ഏട്ടാ വിളിക്കാൻ പറ്റുന്നേ? എടി, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാൻ അവന്റെ കോള് കട്ട് ചെയ്തു. നീ പറഞ്ഞതാടി ശരി. സാഹചര്യം അറിഞ്ഞ് സഹതാപത്തോടെ സ്നേഹിക്കാത്ത സുഹൃത്തുക്കളെ നമ്മളെങ്ങനെ സുഹൃത്തുക്കളെന്ന് വിളിക്കും? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എയർപോർട്ട് ഓപ്പണായ ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് മക്കളോടൊപ്പം സന്തോഷിക്കണം. നീ ഫോൺ വെച്ചോ.